പാണ്ഡവന്മാർ ധൃതരാഷ്ട്ര സമ്മതത്തോടെ മരുത്തൻ നിക്ഷേപിച്ച ദ്രവ്യം സമാഹരിക്കാൻ പുറപ്പെട്ടു. കാടും മലയും താണ്ടി അവരൊരു സ്ഥലത്തെത്തുകയും അവിടെ വെച്ച് ബ്രാഹ്മണന്മാരുടെ നിർദ്ദേശപ്രകാരം ശിവനെ പ്രസാദിപ്പിക്കാനുള്ള ചടങ്ങുകൾ ആരംഭിക്കുകയും ചെയ്തു. തുടർന്ന് ശുഭകരമായ അനുഗ്രഹങ്ങളാൽ ശക്തി പ്രാപിച്ച് ഊർജ്ജസ്വലനായി അവർ സമ്പത്തിനായി കുഴിക്കാൻ ആരംഭിച്ചു. ആയിരക്കണക്കിന് കുതിരകളും ആനകളും വേണ്ടി വന്നു അവർക്ക് അവിടെ വെച്ച് ലഭിച്ച അമൂല്യ സമ്പത്ത് സ്വരാജ്യത്തെത്തിക്കാൻ. ഈ സമയം അശ്വമേധ വാർത്തയറിഞ്ഞ് കൃഷ്ണൻ ഹസ്തിനപുരിയിലെത്തി. അപ്പോഴാണ് ഉത്തര പ്രസവിക്കുന്നതും. പ്രസവവേളയിൽ നഗരം മുഴുവൻ ഉണർന്നു. ഏവരുടെയും മുഖത്ത് സന്തോഷം കളിയാടി. എങ്കിലും അത് അതിവേഗം തന്നെ നിലച്ചു. കുട്ടി ജനിക്കുമ്പോഴേ മരിച്ചിരുന്നു. കുന്തിയും സുഭദ്രയും ഉത്തരയും ലഭിക്കാൻ തുടങ്ങി. കൊട്ടാരം ദുഃഖത്തിലായിരുന്നു. എങ്കിലും ഭഗവാൻ കൃഷ്ണന്റെ സാന്നിധ്യം അവർക്ക് ധൈര്യം പകർന്നു. കൃഷ്ണസ്പർശത്താൽ ഏറ്റ അസ്ത്രം സംഹരിക്കപ്പെട്ടു. കൃഷ്ണൻ: ഹേ ഉത്തരേ, നാം അസത്യം പറയുകയില്ല, അധർമ്മം പ്രവർത്തിക്കുകയുമില്ല. നാളിതുവരെയും ധർമ്മസ്ഥാപനത്തിനായാണ് നാം പ്രവർത്തിച്ചത്. ഇതിൽ സത്യമുണ്ടെങ്കിൽ അഭിമന്യുപുത്രന് ജീവൻ തിരിച്ചു കിട്ടട്ടെ. കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞതും ആ കുഞ്ഞ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. കുലം പരീക്ഷീണിക്ക് പിറക്കിയാൽ കുട്ടിക്ക് പരീക്ഷിത്തെന്ന് കൃഷ്ണൻ പേരിട്ടു. പരീക്ഷിത്ത് പിറന്ന് 1 മാസം തികഞ്ഞപ്പോഴാണ് യുധിഷ്ഠിരാദികൾ സമ്പത്തുമായി തിരിച്ചെത്തിയത്. യുധിഷ്ഠിരൻ അശ്വമേധത്തിന് തയ്യാറായി. വ്യാസനിർദ്ദേശമനുസരിച്ച് യാഗാശ്വരക്ഷയ്ക്ക് അർജുനനും നഗരരക്ഷയ്ക്ക് ഭീമനകുലന്മാരും കുടുംബകാര്യങ്ങൾക്കായി സഹദേവനും നിയുക്തരായി. യാഗാശ്വത്തെ തടഞ്ഞവരെല്ലാം അർജുനൻ കീഴടക്കി. തന്നോട് ശത്രുതയുള്ളവരും ഇല്ലാത്തവരും വരികയുണ്ടായെങ്കിലും അവരെയൊന്നും ഗാണ്ഡീവധാരി വധിച്ചില്ല. സഹോദരാജ്ഞ അനുസരിച്ച് സകലരെയും കീഴടക്കി കൊല്ലാതെ മുന്നോട്ടു നീങ്ങി. ത്രികർത്ത രാജാക്കന്മാരുടെ പുത്രപൗത്രരോടും ഭഗദത്തപുത്രൻ വജ്രദത്തനോടും സൈന്ധവ യോദ്ധാക്കളോടും അർജുനൻ ഏറ്റു. തുടർന്നൊരു ഘട്ടത്തിൽ സ്വന്തം പുത്രനുമായി യുദ്ധം ചെയ്യേണ്ട ആവശ്യകതയുണ്ടായി. യാഗാശ്വൻ യഥേഷ്ടം ദേശങ്ങൾ താണ്ടി മണിപുരത്തിലെത്തി. ദേശാധിപനും അർജുനപുത്രനുമായ ബഭ്രുവാഹനൻ ദ്രവ്യങ്ങളോടും ബ്രാഹ്മണരോടും കൂടെ അർജുനനെ സമീപിച്ചു. ക്ഷത്രിയധർമ്മമനുസരിച്ച് പൊരുതാൻ വന്ന തന്നെ എതിരിടാത്തത് ഭീരുത്വമാണെന്ന് അർജുനൻ പറഞ്ഞു. ഉടൻ ഉലൂബി പ്രത്യക്ഷപ്പെട്ട് നിർബന്ധിക്കയാൽ ബഭ്രുവാഹനൻ യുദ്ധത്തിന് തയ്യാറായി. തേരേറി നിൽക്കുന്ന പുത്രനെ മണ്ണിൽ നിന്നുകൊണ്ട് അച്ഛനായ അർജുനൻ എതിരിട്ടു. ബഭ്രുവാഹനന്റെ ശരമേൽക്കിയാൽ ബോധം നഷ്ടപ്പെട്ട അർജുനൻ ഉടൻ ബോധം വീണ്ടെടുത്ത് പുത്രന്റെ ശരസാമർത്ഥ്യത്തെ പുകഴ്ത്തി. അനന്തരം അർജുനന്റെ ശരങ്ങളേറ്റ് രഥം തകരുകയും 2 പേരും നിലത്ത് നിന്ന് പോരിടാൻ തുടങ്ങുകയും ചെയ്തു. കൊല്ലാതെ വെല്ലാൻ മാത്രം അസ്ത്രം പ്രയോഗിച്ചു കൊണ്ടിരുന്ന അർജുനന്റെ നേരെ പുത്രൻ പ്രയോഗിച്ച അസ്ത്രം അർജുനന്റെ ഹൃദയഭാഗത്ത് തറച്ചു കയറി. അർജുനൻ മരിച്ചു വീണു. ശരമയച്ച ബഭ്രുവാഹനൻ മോഹാലസ്യത്തിലാണ്ടു. അവൻ്റെ മാതാവ് ചിത്രാംഗത നിലവിളിച്ചുകൊണ്ട് പടക്കളത്തിലേക്ക് വരികയുണ്ടായി. അർജുന മരണം കേവലം മായയാണെന്നും മൃതസഞ്ജീവിനി മണി കൊണ്ട് പുനർജീവിപ്പിക്കാമെന്നും അറിഞ്ഞപ്പോൾ ഏവർക്കും ആശ്വാസമായി. തുടർന്ന് ബോധം തിരിച്ചു കിട്ടിയ അർജുനൻ അവരെ അശ്വമേധത്തിന് ക്ഷണിക്കുകയും അടുത്ത പ്രദേശത്തേക്ക് യാത്രയാവുകയും ചെയ്തു. മഗധ, ചേതി, കാശി, അംഗം, കോസലം, ഗാന്ധാരം മുതലായ ദേശങ്ങൾ കൂടെ താണ്ടി അർജുനൻ ദിഗ്വിജയം പൂർത്തിയാക്കി. അർജുനന്റെ മടങ്ങിവരവ് സന്ദേശവാഹകരിലൂടെ അറിഞ്ഞ ധർമ്മപുത്രൻ യാഗത്തിനായി ഒരുക്കങ്ങൾ തുടങ്ങി. അർജുനൻ എത്തിയതിന് 3-ാം നാൾ വ്യാസന്റെ കാർമ്മികത്വത്തിൽ യാഗം പൂർത്തിയാക്കി. യജ്ഞത്തിന്റെ അവസാന ദിനം വേദിയിലേക്ക് ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി എത്തി. ശിരസും അർദ്ധശരീരവും സ്വർണ്ണമയമുള്ള ഒരു കീരിയായിരുന്നു അത്. പരിഹാസ്യ ശബ്ദത്തോടെ ആ കീരി ഇങ്ങനെ പറഞ്ഞു: നിങ്ങളുടെ യാഗം ഗംഭീരമായെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. എന്നാൽ കുരുക്ഷേത്രത്തിൽ ധാന്യമണികൾ പെറുക്കി തിന്ന് ജീവിച്ച ദരിദ്ര ബ്രാഹ്മണന്റെ ചോളദാനത്തോളം വരികയില്ല ഇത്. ഇത് കേട്ട ബ്രാഹ്മണർ ആ സംഭവം കീരിയിൽ നിന്ന് വിശദീകരിച്ച് കേട്ട് മനസ്സിലാക്കി. വാസ്തവത്തിൽ കീരി ശാപമോക്ഷത്തിനായി വന്നതായിരുന്നു. എല്ലാവരും നോക്കി നിൽക്കെ കീരി അപ്രത്യക്ഷമാവുകയും ചെയ്തു. രാജ്യം നേടിയ യുധിഷ്ഠിരൻ ധൃതരാഷ്ട്രനെ മുൻനിർത്തി രാജ്യഭരണം നിർവഹിച്ചു. ദുഃഖസാഗരത്തിൽ മുഴുകിയ ധൃതരാഷ്ട്രരെ എല്ലാവിധത്തിലും ആദരിച്ചു തന്നെയാണ് പാണ്ഡവന്മാർ രാജ്യപരിപാലനം ചെയ്തത്. പുത്രശോകം നന്നായി ബാധിച്ച ഗാന്ധാരിയെ കുന്തിയും ഇവരിരുവരെയും ദ്രൗപദിയും നന്നായി സേവിച്ചു.
പുത്രനാശം കൊണ്ട് തപിക്കുന്ന ധൃതരാഷ്ട്രനെ അല്പം പോലും സങ്കടം വരുത്താതെ നോക്കണം എന്ന യുധിഷ്ഠിരാജ്ഞ സഹോദരെല്ലാവരും അനുസരിച്ചു പോന്നു. ഒരാളൊഴികെ, ഭീമൻ. കാലചക്രം തിരിഞ്ഞു. 15 വർഷകാലം കഴിഞ്ഞു. വനവാസം ചെയ്യണം എന്ന ധൃതരാഷ്ട്രഹിതം അയാൾ ധർമ്മപുത്രനെ അറിയിച്ചു. തീരുമാനത്തിൽ ദുഃഖിതനായെങ്കിലും വ്യാസൻ കൂടി നിർബന്ധിക്കാൻ യാത്രാനുമതി നൽകി. വനവാസത്തിനായി ഒരു കാർത്തിക മാസത്തിൽ ഗാന്ധാരിയും ധൃതരാഷ്ട്രനും തയ്യാറെടുത്തു. ഭീമന്റെ വാക്കുകളാലും പ്രവൃത്തികളാലും വിഷമം അനുഭവപ്പെട്ട അവർ വളരെ കുറച്ച് ഭക്ഷണം മാത്രം കഴിച്ച് ഉപവാസം അനുഷ്ഠിച്ചു വരികയായിരുന്നു. യാത്രാനുമതി കിട്ടിയപ്പോൾ അവർ ഉപവാസം അവസാനിപ്പിച്ച് ഒന്നിച്ചിരുന്ന് ഊണ് കഴിച്ചു. യാത്രാവേളയിൽ കുന്തി ദുര്യോധനനോട്, കുഞ്ഞെ, സഹദേവനോട് ഒരിക്കലും കോപിക്കരുത്. യുദ്ധത്തിൽ വീരനായി മരണം വരിച്ച കർണനെ എപ്പോഴും സ്നേഹപൂർവ്വം സ്മരിക്കണം. കർണൻ എൻ്റെ മകനും നിങ്ങളുടെ സഹോദരനുമാണെന്നുള്ള സംഗതി ഞാൻ നിങ്ങളെ അറിയിക്കാതിരുന്നത് എൻ്റെ കുറ്റം തന്നെ. ദ്രൗപദിയെ സ്നേഹപൂർവ്വം നോക്കണം. ഭീമൻ, അർജുനൻ, നകുലൻ, സഹദേവൻ ഇവർക്ക് ഒരിക്കലും ദുഃഖം വരാതിരിക്കവണ്ണം കാത്തുരക്ഷിച്ചു കൊള്ളണം. ഈ വംശത്തിൻ്റെ ഭാരം മുഴുവൻ ഇനിമേൽ നിന്നിൽ സ്ഥിതി ചെയ്യുന്നു. ഗാന്ധാരിയെ യാത്രയാക്കുന്നതിനു വേണ്ടിയാണ് കുന്തി കൂടെ പോയത് എന്നായിരുന്നു ധർമ്മപുത്രൻ അതുവരെ വിചാരിച്ചിരുന്നത്. എന്നാൽ കുന്തിയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ഒന്നും പറയാൻ സാധിക്കാതെ അദ്ദേഹം സ്വല്പനേരം സ്തംഭിച്ചു നിന്നുപോയി. പിന്നീട് ധർമ്മപുത്രൻ ഇപ്രകാരം സങ്കടപ്പെട്ടു പറഞ്ഞു, അമ്മേ, ഇങ്ങനെ ചെയ്യരുത്. ഞങ്ങളെ അനുഗ്രഹിച്ച് യുദ്ധത്തിനയച്ചത് അമ്മയല്ലേ? അപ്പോൾ ഞങ്ങളെ ത്യജിച്ച് അമ്മ വനത്തിലേക്ക് പോകുന്നത് ധർമ്മമല്ല. എന്നാൽ കുന്തിയുടെ നിശ്ചയത്തിൽ മാറ്റമുണ്ടായില്ല. കുന്തി ധർമ്മപുത്രനെ ആശീർവദിച്ച് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ഭർത്താവ് വസിക്കുന്ന ലോകത്തിൽ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഗാന്ധാരിയുടെ കൂടെ വനത്തിൽ താമസിച്ച് തപസ് ചെയ്ത് ഞാൻ നിങ്ങളുടെ അച്ഛൻ്റെ ലോകത്തെ പ്രാപിക്കും. നീ തിരിച്ച് നഗരത്തിലേക്ക് പോകുക. നിന്റെ മനസ്സ് എപ്പോഴും ധർമ്മത്തിൽ തന്നെ സ്ഥിതി ചെയ്യട്ടെ. യുധിഷ്ഠിരൻ ഒന്നും പറയാതെ മൗനമായി നിന്നു. ധൃതരാഷ്ട്രന് വഴികാട്ടിയായി ഗാന്ധാരിയും ഗാന്ധാരിയുടെ കൈ തോളിലേറ്റിക്കൊണ്ട് കുന്തി ഏറ്റവും മുന്നിലായും നടന്നു. വിതുരനും സഞ്ജയനും അവരെ അനുഗമിച്ചു. പോകും മുമ്പ് യുധിഷ്ഠിരന് വേണ്ട ധർമ്മോപദേശങ്ങളൊക്കെ നടത്തിയിരുന്നു ധൃതരാഷ്ട്രൻ. ധൃതരാഷ്ട്രരും ഗാന്ധാരിയും കുന്തിയും 3 സംവത്സരം വനത്തിൽ താമസിച്ചു. അതിനിടയിൽ പാണ്ഡവസംഘം അവരെ കാണാൻ ഒരിക്കൽ വനത്തിലേക്ക് പോവുകയും ചെയ്തിരുന്നു. ആ അവസരത്തിൽ തന്നെയാണ് വിതുരൻ യുധിഷ്ഠിരന്റെ മെയ്യോട് ചേരുകയും തൻ്റെ തേജസ് യുധിഷ്ഠിരന് പകരുകയും ചെയ്തത്. കേവല ജഡമായി തീർന്ന വിതുരദേഹം ദഹിപ്പിക്കരുതെന്ന് അശരീരിയും ഉണ്ടായി. മാണ്ഡവ്യമുനിയാൽ ശബ്ദനായി തീർന്ന യമധർമ്മനായിരുന്നു വിതുരൻ. അനന്തരം ഒരു നാൾ വ്യാസൻ ഗംഗാജലത്തിലിറങ്ങി നിന്ന് തൻ്റെ തപോബലത്താൽ മൃതരെ വിളിച്ച് കുടുംബാംഗങ്ങളെ കാണിച്ചു. പുത്രപൗത്ര ബന്ധുക്കളെ നേരിൽ കണ്ട് ദുഃഖം വെടിഞ്ഞ് അവർ സന്തുഷ്ടരായി. ധൃതരാഷ്ട്ര ദർശനം കഴിഞ്ഞ് പാണ്ഡവപ്പട തിരികെ പോവുകയും ചെയ്തു. രണ്ടാണ്ട് കടന്നുപോയി. ദേവർഷിയായ നാരദൻ യുധിഷ്ഠിര സഭയിലെത്തുകയും ദുഃഖകരമായ ആ വാർത്ത പറയുകയും ചെയ്തു. ഗംഗാതീരത്ത് അതിഘോരമായ അഗ്നി പടരുകയും ധൃതരാഷ്ട്രാദികൾ അതിൽ പെടുകയും ചെയ്തിരിക്കുന്നു. ശക്തമായ കാറ്റ് വീശുകയാൽ അഗ്നി നിമിഷ നേരം കൊണ്ട് പടരുകയും ചെയ്തു. സഞ്ജയനോട് രക്ഷപ്പെടാൻ പറഞ്ഞ് ധൃതരാഷ്ട്രനും കുന്തിയും ഗാന്ധാരിയും സ്വയരക്ഷയ്ക്ക് ശ്രമിക്കാതെ അഗ്നിക്ക് ബലിയായിത്തീർന്നു. ധൃതരാഷ്ട്ര വിയോഗത്താൽ ദുഃഖിതനായ സഞ്ജയൻ ഹിമാലയത്തിലേക്ക് പോയി. വർഷക്കാലം പിന്നിട്ടു. യുധിഷ്ഠിരൻ ചില ദുർനിമിത്തങ്ങൾ കാണാനിടയായി. നദികൾ ഗതിമാറി ഒഴുകുകയും പക്ഷികൾ വട്ടമിട്ട് പറക്കുകയും രാവും പകലും അക്രമാസക്തമായ കാറ്റ് വീശുകയും ചെയ്തു. അങ്ങനെയിരിക്കെ കൃഷ്ണസാരഥിയായ ദാരുകനിലൂടെ അവർ ആ വാർത്തയറിഞ്ഞു. കൃഷ്ണൻ ഉൾപ്പെടെ യദുകുലമൊട്ടാകെ നശിച്ചിരിക്കുന്നു. ഭൂമിക്ക് വെളിച്ചം പകർന്ന ആ നാഥൻ ഇല്ലാതായതിൻ്റെ സൂചനയായിരുന്നു പ്രകൃതിയിൽ പ്രതിഫലിച്ചത്. യദുകുലനാശത്തിന് ഗാന്ധാരി ശാപവും ഒരു കാരണമായിരുന്നു. മറ്റൊരു പ്രധാന കാരണം ഇതായിരുന്നു. കഴിഞ്ഞ 36 വർഷക്കാലം കൃഷ്ണൻ ദ്വാരകയിൽ രാജ്യപരിപാലനം ചെയ്തു പോന്നു. ശ്രീകൃഷ്ണകുലത്തിൽ ചേർന്ന വൃഷ്ണികൾ, അന്തകർ, ഭോജർ എന്ന് പല പേരുകളിലും അറിയപ്പെടുന്ന യാദവ രാജാക്കന്മാർ അത്യധികമായ സുഖത്തിൽ കാലം കഴിച്ചു തുടങ്ങി. അങ്ങനെയുള്ള സുഖജീവിതം കൊണ്ട് അവർക്ക് സംയമവും മര്യാദയും ഇല്ലാതെയായി.
അങ്ങനെ ഒരു ദിവസം വിശ്വാമിത്രൻ, കണ്ണൻ, നാരദൻ എന്നീ മഹാതപസ്വികൾ ദ്വാരകയിലെത്തി. അപ്പോൾ യാദവന്മാർ തങ്ങളിൽ ഒരുവനെ ഗർഭിണിയായ സ്ത്രീവേഷം കെട്ടിച്ച് ഈ പെണ്ണിന് എന്ത് കുഞ്ഞാണ് ഉണ്ടാവാൻ പോകുന്നതെന്ന് പരിഹാസരൂപേണ ചോദിച്ചു. കുപിതരായ തപസ്വികൾ അവൾ ഒരു ഇരുമ്പുലക്ക പ്രസവിക്കുമെന്നും അതുകാരണം യദുവംശം മുടിയുമെന്നും ശപിച്ചു. കളിയായി ആരംഭിച്ചത് എങ്ങനെ പരിണമിച്ചു എന്ന് കണ്ട് അവർ ഭയന്നു. അടുത്ത ദിവസം ശാപം പോലെ ആ സ്ത്രീവേഷധാരി പ്രസവിക്കുക കൂടി ചെയ്തപ്പോൾ അവരുടെ ഭയം ഇരട്ടിച്ചു. കൃഷ്ണൻ വിവരമറിഞ്ഞെങ്കിലും ഒന്നും തന്നെ ചെയ്യാൻ മുതിർന്നില്ല. എല്ലാവരും ചേർന്ന് ആലോചിച്ച് ഉലക്ക പൊടിച്ച് സമുദ്രത്തിൽ കലക്കി. അടുത്ത വർഷം ആ സ്ഥലത്ത് എരകപ്പുല്ല് പടർന്നു പിടിച്ചു. മദ്യനിർമ്മാണവും പാനവും വിലക്കിക്കൊണ്ട് രാജശാസനവും ഉണ്ടായി. അവരുടെ ഭയം ക്രമേണ ശമിക്കുകയും ശാപത്തെ മറക്കുകയും ചെയ്തു. ദ്വാരകയിലെ ഭവനങ്ങളിൽ കാലൻ നിത്യവും കയറിയിറങ്ങി. ദുർനിമിത്തങ്ങൾ പലതും കണ്ടു. കുരുക്ഷേത്ര യുദ്ധം ആരംഭിച്ച മുഹൂർത്തമാണിതെന്നും യദുവംശനാശത്തിന് സമയമായെന്നും കൃഷ്ണൻ മനസ്സിലാക്കി. ഗാന്ധാരി ശാപവും ഓർത്ത കൃഷ്ണൻ ഒരു കൂട്ട തീർത്ഥയാത്രയ്ക്ക് ആജ്ഞ നൽകി. അങ്ങനെ ഒരു സമുദ്രതീരത്തെത്തിയ അവർ മദ്യമാംസാദികൾ കഴിക്കാനും കുടിക്കാനും തുടങ്ങി. മദ്യലഹരിയിൽ സാത്വികി: ഏതു ക്ഷത്രിയനാണ് ഉറങ്ങിക്കിടക്കുന്നവരെ കൊല്ലാൻ ഒരുമ്പിടുന്നത്? കൃതവർമാവെ, യദുകുലത്തിനെല്ലാം അപമാനം വരുത്തിയല്ലോ നിങ്ങൾ. മദ്യലഹരിയിലുള്ളവരും ഇല്ലാത്തവരുമായ ചിലർ സാത്വികയെ പിന്തുണക്കുക കൂടി ചെയ്തതോടെ കൃതവർമാവ് ശുഭിതനായി. കേവലം ഒരു വാക്കുതർക്കം മാത്രമായിരുന്ന ഇത് ഒരു കൂട്ടക്കുരുതിയുടെ ആരംഭത്തിലേക്ക് നയിച്ചു. തൻ്റെ ആയുസ്സും യശസ്സും ഇവിടെ അവസാനിക്കുമെന്ന് പറഞ്ഞ് സാത്വികി കൃതവർമാവിൻ്റെ ശിരസ്സറുത്തു. ചുറ്റും കൂടിയ കൃതവർമാവിൻ്റെ കൂട്ടർ സാത്വികയെ എച്ചിൽ പാത്രങ്ങൾ കൊണ്ടടിച്ചു. അവരിൽ നിന്ന് സാത്വികയെ രക്ഷിക്കുവാനായി പ്രദ്യുമ്നൻ ഇടയിൽ ചെന്നു കയറി. കൃതവർമാവിൻ്റെ കൂട്ടരായ ഭോജന്മാരോട് പ്രദ്യുമ്നനും അന്തകരോട് സാത്വികിയും പൊരുതി. കൃഷ്ണൻ കണ്ടു നിൽക്കെ തന്നെ സാത്വികിയെയും സ്വപുത്രനായ പ്രദ്യുമ്നനെയും എതിരാളികൾ കൊന്നു. അതു കണ്ട കൃഷ്ണൻ ഒരു എരകപ്പുല്ല് പറിച്ചെടുത്തു. അതുടൻ ഒരു ഉലക്കയാവുകയും അതുവെച്ച് കൃഷ്ണൻ ചുറ്റും കൂടിയവരെ ആക്രമിച്ച് വധിക്കുകയും ചെയ്തു. പൊടിയാക്കിയ ആ ഉലക്കയുടെ അവശിഷ്ടങ്ങളിൽ നിന്നും മുളച്ച പുല്ല് പിഴുതെടുക്കുന്ന മാത്രയിൽ തന്നെ വജ്രം പോലെ ഉറച്ച ഒരു ഉലക്കയായി മാറി. പിന്നീടങ്ങോട്ട് യദുക്കൾ ചേരി തിരിഞ്ഞ് പരസ്പരം ഉലക്ക കൊണ്ടടിച്ചു. തീയിൽ വീണ പാട്ടിയെപ്പോലെ അവർ ഒന്നൊന്നായി മരിച്ചു വീണു. വിധിയാണെന്ന ബോധ്യമുള്ള കൃഷ്ണൻ തൻ്റെ ആയുധം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കുലം നശിക്കുന്നത് നോക്കി നിന്നു. പുത്രന്മാരായ സാമ്പനും ഖത്തിനും മരിച്ചു വീഴുന്നത് കണ്ട കൃഷ്ണൻ യാദവന്മാരെ ഒട്ടാകെ നിശ്ശേഷമാക്കാൻ തുടങ്ങി. അപ്പോൾ ബബ്രുവും ദാരുകനും കൃഷ്ണനോട് ഇങ്ങനെ പറയുകയുണ്ടായി: ഹേ മാധവ, അവരെല്ലാം നിന്നാൽ വധിക്കപ്പെട്ടിരിക്കുന്നു. വരൂ, നമുക്ക് ബലരാമനുള്ളിടത്തേക്ക് പോകാം. മൂവരും കൂടി ഒരു മരച്ചുവട്ടിലിരിക്കുന്ന ബലരാമന്റെ മുന്നിലെത്തി. ബ്രഹ്മശാപത്താൽ യദുക്കൾ ചത്തൊടുങ്ങിയ വിവരം കുരുരാജ്യത്തെ ചെന്നറിയിക്കാനായി ദാരുകനെ കൃഷ്ണൻ പറഞ്ഞയച്ചു. സ്ത്രീകളെ രക്ഷിക്കാൻ ബബ്രുവിനെയും പറഞ്ഞയച്ചു. എന്നാൽ ബബ്രു വേടശരത്താൽ കൊല്ലപ്പെട്ടു. അത് കണ്ട കൃഷ്ണൻ തന്നെ സ്ത്രീകളെ കൂട്ടിക്കൊണ്ടുവരാനായി തിരിച്ചു. കുരുരാജ്യത്ത് നിന്ന് അർജുനൻ എത്തും വരേക്കും സ്ത്രീകളെ കാത്തുരക്ഷിക്കണമെന്നും ബലരാമൻ തന്നെ കാത്തിരിക്കുകയാണെന്നും കൃഷ്ണൻ പിതാവിനോട് പറഞ്ഞു. യാദവരില്ലാത്ത യാദവപുരി കാണാൻ തനിക്ക് മോഹമില്ലെന്നും അതിനാൽ ബലരാമനോടുകൂടി തപസ് അനുഷ്ഠിക്കുവാൻ പോകുകയാണെന്നും അറിയിച്ച് കൃഷ്ണൻ ബലരാമന്റെ സമീപത്തേക്ക് തിരിച്ചു. സ്ത്രീകളുടെ വിലാപസ്വരം കേട്ട് തിരിഞ്ഞു നിന്ന കൃഷ്ണൻ അവരെ രക്ഷിക്കുവാനായി അർജുനൻ എത്തുമെന്ന് അവരോട് പറഞ്ഞു. എന്നാൽ ബലരാമൻ ഇരുന്നിരുന്ന മരച്ചുവട്ടിലെത്തിയ കൃഷ്ണൻ കണ്ടത് ആഴിയിലമരുന്ന ബലരാമനെയാണ്. മദ്യപാന ലഹരി കൊണ്ടുണ്ടായ ഈ നിന്ദ്യമായ കലഹത്തിൽ കുലം നശിച്ചത് കണ്ട ബലരാമൻ അതീവ ദുഃഖിതനായാണ് മരച്ചുവട്ടിലേക്ക് പോയത്. ബലരാമൻ അവിടെ വെച്ച് യോഗനിഷ്ഠ അവലംബിച്ച് ശരീരം ത്യജിച്ചു. ശ്വേതസർപ്പത്തിൻ്റെ രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നൊരു തേജസ് സമുദ്രത്തിൽ ലയിച്ചു. ഇങ്ങനെ ബലരാമൻ്റെ അവതാരകാര്യം അവസാനിച്ചു. ബന്ധുജനങ്ങൾ ആകമാനം നശിച്ചതും ജ്യേഷ്ഠൻ തിരോധാനം ചെയ്തതും കണ്ട കൃഷ്ണൻ ചിന്താമഗ്നനായി വളരെ നേരം ആ വനപ്രദേശത്തിലൂടെ അലഞ്ഞു. ഒടുവിൽ തനിക്ക് അന്തർദാനം ചെയ്യാനുള്ള സമയം ആഗതമായെന്ന് നിശ്ചയിച്ച കൃഷ്ണൻ ഇന്ദ്രിയ നിഗ്രഹം ചെയ്ത് മനസ്സും വാക്കും നിശ്ചലമാക്കി യോഗബലം വരിച്ചു കിടന്നു. ആ വേളയിൽ അവിടെ ജരൻ എന്നൊരു വേടൻ വരികയും മാനാണെന്ന് കരുതി കൃഷ്ണന് നേരെ അസ്ത്രമയക്കുകയും ചെയ്തു. ആ അമ്പ് കൃഷ്ണന്റെ പാതാരവിന്ദത്തിൽ തറച്ചു. മാനിനെ പ്രതീക്ഷിച്ച് ഓടിയെടുത്ത വേടൻ കണ്ടത് ചതുർഭുജനും മഞ്ഞ വസ്ത്രധാരിയുമായ ത്രിലോകനാഥനെയാണ്. അങ്ങനെ ആ പരമാത്മാവ് സ്വർഗാരോഹണം ചെയ്തു. ഇങ്ങനെയുള്ള യദുവംശനാശകഥ ദാരുകനിൽ നിന്നറിഞ്ഞ പാണ്ഡവർ തളർന്നിരുന്നു പോയി.
കൃഷ്ണ നിർദ്ദേശമനുസരിച്ച് അർജുനൻ ദാരുവിൻ്റെ കൂടെ ദ്വാരകയിലേക്ക് തിരിച്ചു. സംരക്ഷകന്റെ അഭാവത്തിൽ അനാഥമായി തീർന്ന ദ്വാരകയെയും വിലപിക്കുന്ന കൃഷ്ണപത്നിമാരെയുമാണ് അർജുനൻ കണ്ടത്. അദ്ദേഹം കണ്ണീരിൽ കുളിച്ച് ഭൂമിയിൽ വീണു. അതുകണ്ട് സത്യഭാമയും രുക്മിണിയും ഓടിയെത്തി അർജുനനെ എഴുന്നേൽപ്പിച്ച് പീഠത്തിലിരുത്തി. ക്ഷീണം മാറിയപ്പോൾ അർജുനൻ സ്ത്രീകളെ ആശ്വസിപ്പിച്ച് അമ്മാവനായ വസുദേവനെ ചെന്ന് കണ്ടു. സ്ത്രീജനങ്ങളെയും കുട്ടികളെയും വൃദ്ധരെയും ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് കൊണ്ടുപോകുമെന്നും പറഞ്ഞു. ശേഷം അർജുനൻ യാദവ സഭയിൽ കയറി. അവിടം നഗരവാസികളും ബ്രാഹ്മണരും സാധാരണ ജനങ്ങളാലും നിറഞ്ഞിരുന്നു. അതീവ ദുഃഖം ഉള്ളിലൊതുക്കി അർജുനൻ പറഞ്ഞു, ഇന്നേക്ക് 7-ാം നാൾ സൂര്യനുദിക്കുമ്പോൾ നാം പുറപ്പെടും. അതിനുവേണ്ട ക്രമീകരണങ്ങൾ ആരംഭിക്കുക. അനിരുദ്ധപുത്രനായ വജ്രനെ ഇന്ദ്രപ്രസ്ഥത്തിൽ രാജാവായി വാഴിക്കുന്നതായിരിക്കും. അന്നു രാത്രി അർജുനൻ കൃഷ്ണഗൃഹത്തിൽ കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ വസുദേവൻ ഇഹലോകമുക്തി പ്രാപിച്ചു. ദേവകി മുതലായ വസുദേവ ഭാര്യമാർ വസുദേവന്റെ ചിതയിൽ ചാടി മരിച്ചു. അർജുനൻ മരിച്ചുപോയവർക്ക് വേണ്ടിയുള്ള ശ്രാന്തകർമ്മങ്ങൾ നടത്തി. രാമകൃഷ്ണന്മാരുടെ മൃതദേഹങ്ങൾ തേടിപ്പിടിച്ച് അവർക്കും ചരമക്രിയകൾ നടത്തി. 7-ാം നാൾ അവർ യാത്ര പുറപ്പെട്ടു. ആ വൃദ്ധരുടെയും കുട്ടികളുടെയും സ്ത്രീജനങ്ങളുടെയും സംരക്ഷണ ചുമതല ഏകനായ അർജുനൻ ഏറ്റെടുത്തു. വൃഷ്ണി അന്തകജനങ്ങളാൽ രൂപപ്പെട്ട ഒരു സാഗരം പോലെ അവർ മുന്നോട്ട് നീങ്ങി. ഈ സമയം ദ്വാരക മുഴുവനായും സമുദ്രത്തിനടിയിലായി. അവർ ഒരു വനപ്രദേശത്തുകൂടി നീങ്ങുന്ന വേളയിൽ പാർത്ഥൻ മാത്രമാണ് സംരക്ഷണമെന്നും ഭർത്താക്കന്മാർ മരിച്ചിരിക്കുന്നെന്നും മനസ്സിലാക്കിയ ഏതാനും ചില അധർമ്മകാരികൾ അവരെ ആക്രമിച്ചു. അപ്പോൾ അർജുനൻ പുഞ്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഹേ ധർമ്മമെന്തെന്നറിയാത്ത നീചരെ, നിങ്ങൾ സുരക്ഷിതരായിരിക്കണമെങ്കിൽ, മൃത്യു ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഈ നിമിഷം പിൻവാങ്ങുക. എന്നാൽ സമ്പത്തിൽ ആകൃഷ്ടരായ അവർ ഗാണ്ഡീവധാരിയുടെ വാക്കുകൾക്ക് ചെവി കൊടുത്തില്ല. ശത്രുക്കൾ പിന്തിരിയാതിരുന്നപ്പോൾ അക്ഷയമായ ഗാണ്ഡീവം എടുത്തുയർത്തി ഞാൻ വലിച്ചു കെട്ടാൻ ശ്രമിച്ചു. നന്നേ പാടുപെട്ട് ആ യോദ്ധാവ് ഞാൻ കെട്ടിയെങ്കിലും അസ്ത്രമന്ത്രങ്ങൾ ഒന്നും ഓർമ്മയിൽ വന്നില്ല. കൈകൾ ക്ഷയിക്കാൻ തുടങ്ങി. ഈ സമയം പല ദിക്കുകളിൽ നിന്നായി ആക്രമിച്ച ശത്രുക്കൾ വലിയ രീതിയിൽ തന്നെ സമ്പത്തും സ്ത്രീജനങ്ങളെയും അപഹരിച്ചു. പാടുപെട്ട് അസ്ത്രങ്ങൾ അയച്ച് പൊരുതിയെങ്കിലും അമ്പൊടുങ്ങാത്ത ആ ആവനാഴിയിലെ അമ്പുകൾ തീർന്നു. കൈക്കലിൻ്റെ ശക്തി ക്ഷയിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹത്തിൻ്റെ ആയുധങ്ങൾ അപ്രത്യക്ഷമായി. ഗാണ്ഡീവത്തെ നിയന്ത്രണ വിധേയമാക്കാൻ അർജുനന് സാധിച്ചില്ല. നിരാശയിലാണ്ട അർജുനൻ വിധിയാണെന്ന് മനസ്സിലാക്കി ശേഷിച്ചവരുമായി യാത്ര തുടർന്നു. കൃതവർമാവിൻ്റെ പുത്രനെ മാർത്തികാവനത്തിലും സാത്വികിയുടെ പുത്രനെ സരസ്വതിയിലും അനിരുദ്ധപുത്രനായ വജ്രനെ ഇന്ദ്രപ്രസ്ഥത്തിലും അവരവരുടെ ബന്ധുജനങ്ങളോടൊപ്പം വാഴിച്ചു. വജ്രൻ തടഞ്ഞിട്ടും രുക്മിണി തുടങ്ങിയവർ അഗ്നിപ്രവേശം നടത്തി. സത്യഭാമ മുതലായവർ തപസ്സിനായി കാടുകയറി. അർജുനൻ വ്യാസമഹർഷിയുടെ ആശ്രമത്തിലെത്തി ഏകാന്തനായ അദ്ദേഹത്തെ യദുവംശനാശവും പിന്നീടുണ്ടായ സംഭവങ്ങളും വിവരിച്ചറിയിച്ചു. കാലമാണ് സൃഷ്ടി സംഹാരകനെന്നും പാണ്ഡവർക്കും മുക്തിഗതിക്ക് കാലമായെന്നും വ്യാസൻ പറഞ്ഞത് കേട്ട അർജുനൻ ഹസ്തിനിപുരിയിലെത്തി യുധിഷ്ഠിരനോട് വിവരങ്ങളെല്ലാം പറഞ്ഞു.